MS ലിഷോയിലേക്ക് പോവുകയാണ്. ലിഷോയ് ഉള്ളത് നിലമ്പൂർ സർക്കാർ ആശുപത്രിയിലാണ്. അവിടെ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് 61 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഇനിയും എത്രയോ പേരെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ചാലിയാർ പുഴയിൽ നിന്ന് 10 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത്. ലിഷോയ് അതിന്റെ വിവരങ്ങൾ നൽകും. നിലമ്പൂർ ആശുപത്രിയിൽ ഇതിനോടകം തന്നെ 70-ലധികം മൃതദേഹങ്ങളാണ് നിലവിൽ എത്തിച്ചിരിക്കുന്നത്. ആ മൃതദേഹങ്ങളെല്ലാം തന്നെ പലതും തിരിച്ചറിയാത്ത സ്ഥിതിയാണുള്ളത്. ആകെ 5 മൃതദേഹങ്ങൾ മാത്രമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റ് മൃതദേഹങ്ങളൊന്നും തന്നെ ഇതുവരേക്കും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ബന്ധുക്കൾക്കും മറ്റുമെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ മേപ്പാടിയിലേക്ക് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകാനായാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ മൃതദേഹങ്ങളായി ഇപ്പോൾ ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസുകളിൽ ഉൾപ്പെടെ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് പ്രധാനമായും ഈ വീട്ടുകാർക്കാർക്കും തന്നെ ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് ഈ ബോഡി തിരിച്ചറിയുന്നതിന് വേണ്ടി എത്താൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോഴും ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങൾ ഈ നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ 10-ലേറെ മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന നടപടികളും ഇപ്പോൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. കാരണം പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ മുഴുവൻ സമയവും നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതായത് പ്രധാനമായും ഈ പല മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള സംഘങ്ങളെത്തി എല്ലാ സമയവും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ കണ്ടെത്തിയ ഏകദേശം 70ഓളം മൃതദേഹങ്ങളിൽ 30-ലധികം മൃതദേഹ ഭാഗങ്ങളാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വേദനിപ്പിക്കുന്ന കാര്യം. കാരണം പലരും ഇത്രയധികം ദൂരത്ത് നിന്നും ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പാറക്കെട്ടുകളിലും അതുപോലെ തന്നെ കിലോമീറ്ററുകളോളം ഒഴുകി ചാലിയാറിലേക്ക് എത്തുന്ന ഒരു സമയത്ത് പല ശരീരഭാഗങ്ങളും ഈ ശരീരത്തിൽ നിന്ന് വിഘടിച്ച് വേർപെട്ട് മറ്റിടങ്ങളിലൊക്കെ കാണപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയായിരിക്കും ഇനി ഇത് ആരുടേതാണ് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ നിലമ്പൂർ ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശരി, നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. കാരണം ഈ ചാലിയാർ പുഴ വഴി നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തി മൃതദേഹങ്ങൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയൊരു മലവെള്ളപ്പാച്ചിലാണ് അവിടെ ഉണ്ടായതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇവിടെയുള്ള ആളുകൾ ആ ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് നിങ്ങൾ പോയി നിങ്ങളുടെ ഉറ്റവരെ നിലമ്പൂർ വരെ യാത്ര ചെയ്ത് സഞ്ചരിച്ച് നിങ്ങളുടെ ഉറ്റവരെ തിരിച്ചറിയുമെന്ന് പറയുന്നത് അല്പം പോലും കരുണയില്ലാത്ത കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് ഈ നിലമ്പൂരിലെ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ അതിൽ തിരിച്ചറിഞ്ഞത് വളരെ ചുരുക്കമാണ്. 70-ലധികം മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ 5 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി തിരിച്ചറിയാത്ത മൃതദേഹങ്ങളൊക്കെ മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുവരും, ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി, ഉറ്റവരെ കണ്ടെത്താൻ വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ നിലമ്പൂർ ആശുപത്രിയിൽ ആകെ 70, അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. ബാക്കി 65 മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുവരും. അത് വളരെ മനുഷ്യത്വപരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്.